ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിൽ നമുക്ക് വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് നമ്മൾ ഈ സീരീസിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് മിക്കവാറും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ലിത്യം ഫെറസ് ഫോസ്ഫേറ്റ് ബാറ്ററിയും ലെഡ് ആസിഡ് ബാറ്ററിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇതിലൊരു 5 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഇപ്പോൾ ഇതിൽ നമ്മളൊരു 105 അത് 104 ഏകദേശം ഒരു 100 AHൻ്റെ ലിത്യം ബാറ്ററി ഉണ്ട്. ഇത് നമുക്ക് ഇപ്പം ഒരു 4 ലെഡ് ആസിഡ് ബാറ്ററി ചേരുമ്പോഴാണ് ഒരു ലിത്യം ബാറ്ററി വരുന്നത്. ഇപ്പോൾ മെയിൻലി ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ചാർജിങ് ഡിസ്ചാർജിങ് സൈക്കിൾസ് ആണ്. ഓക്കെ, ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമുക്ക് 2000 സൈക്കിൾ വരെ മാക്സിമം വരത്തുള്ളൂ. 2000 സൈക്കിൾസ് മാക്സിമം ആയിരിക്കും. അതായത് ഒരു ചാർജും ഒരു ഡിസ്ചാർജും എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ അങ്ങനെ വരുന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ 2000 സൈക്കിൾസ് ആയിരിക്കും മാക്സിമം വരുന്നത്. പക്ഷേ ലിത്യം ബാറ്ററിയിൽ നിങ്ങൾക്ക് അപ് ടു 6000 സൈക്കിൾസ് വരെ പോകും. അതായത് ലൈഫ് ഈസ് മോർ ദാൻ ഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ലിത്യം ബാറ്ററി നമുക്ക് 10 വർഷം വാറണ്ടി ഉണ്ട്. ലെഡ് ആസിഡ് ബാറ്ററി ആകുമ്പോൾ മാക്സിമം നമുക്ക് 5 വർഷം വാറണ്ടി വരുന്നുള്ളൂ. അതുപോലെ തന്നെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്ര എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലിത്യം ബാറ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ സ്പേസിനകത്ത് ഇതിൻ്റെ അകത്ത് ഇത്രയാണ് സെൽസ്, ബാക്കിയുള്ള BMS ഒക്കെയാണ്. അപ്പം ഒരു ചെറിയ ഏരിയയിലാണ് നമുക്ക് മാക്സിമം എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതേ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഏരിയ കൂടുതൽ വേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്.